ഇത് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോണ നല്ലൊരു അടിപൊളി ബിരിയാണിയാണ് കേട്ടോ. ഇത് വിശേഷ ദിവസങ്ങളിലോ പെരുന്നാൾക്കോ അല്ലെങ്കിൽ പാർട്ടികൾക്കോ ഒക്കെ വെക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റുള്ള നല്ലൊരു ബിരിയാണിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക. എത്ര അറിയാത്തവർക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടു നോക്കിയാലോ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിതൊരു 1.5 കിലോ ചിക്കൻ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി അത് നല്ലപോലെ കഴുകിയിട്ട് നമുക്കത് ആദ്യം വെള്ളം പാരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം കേട്ടോ. നല്ലപോലെ വെള്ളം പാരുന്ന ചിക്കൻ. അപ്പോൾ ചിക്കൻ ആദ്യം കഴുകി വെള്ളം പാരാൻ വെക്കുക. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്, 2 വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ എടുത്തിട്ടുണ്ട്, 3 കൂടി വെളുത്തുള്ളിയും 5-6 പച്ചമുളകും തുണ്ട് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ തൊലിച്ച് കഴുകിയിട്ട് നമുക്കിതൊന്ന് ചതച്ചെടുക്കണം. പിന്നെ ഞാനൊരു 5 ഉള്ളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 3 ഉള്ളി സെപ്പറേറ്റ് അരിഞ്ഞിട്ട് 2 ഉള്ളി സെപ്പറേറ്റ് വേറെ അരിഞ്ഞിട്ട് രണ്ടാക്കിയിട്ടാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് മസാല ഉണ്ടാക്കാനും വേണം, പിന്നെ പൊരിക്കാനും വേണം. അതിനാണ് രണ്ടാക്കിയിട്ട് ഞാൻ മാറ്റി വെച്ചിരിക്കുന്നത്. നമ്മളിത് എടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഞാൻ നല്ലപോലെ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എരിവൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള എരിവ് എടുക്കുക. ഇത് നല്ല എരിവുള്ള മുളകാണ്, അതുകൊണ്ട് ഞാനൊരു 5-6 എടുത്തിട്ടുണ്ട്. രണ്ട് തക്കാളിയാണ് കേട്ടോ. ഇനി നമുക്ക് വലിയൊരു ചട്ടി എടുക്കുക. നമ്മൾ ഏത് ചട്ടിയിലാണോ ദമ്മിടുന്നത് അത് അനുസരിച്ചിട്ട് വലിയൊരു ചട്ടി എടുക്കുക. അതിലേക്ക് ഞാൻ 2 വലിയ ഉള്ളി മുറിച്ച് വെച്ചത് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ തക്കാളി 2 വലിയ തക്കാളിയാണ് കേട്ടോ, മീഡിയം സൈസ് തക്കാളിയല്ല, 2 വലിയ തക്കാളിയാണ്. അത് ഞാൻ മുറിച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് പൊടികൾ വേണം. അതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് ഗരം മസാല പൊടി ഇട്ടിട്ടുണ്ട്, 1 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്, 1 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മളിത് ചതച്ച് വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ അവിടെ ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ബാക്കി മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കവിടെ ആവശ്യമുണ്ട്, അത് അവിടെ ഇരിക്കട്ടെ. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള കല്ലുപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് നല്ല പുളിയുള്ള തൈരാണ് കേട്ടോ, അതുകൊണ്ട് ഞാനൊരു 1/4 കപ്പ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന തൈരിന് പുളി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 1/2 കപ്പ് വരെ എടുക്കാം കേട്ടോ. പിന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് നോട്ട് നമ്മൾ നല്ലപോലെ കൈ കൊണ്ട് നല്ലപോലെ മിക്സാക്കി എടുക്കണത്. നല്ലപോലെ കുഴച്ചിട്ട് കയ്യിലിട്ടിട്ട് നല്ലപോലെ തിരുമ്പി ഇതൊക്കെ ഒന്ന് ഉടച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കനിലേക്ക് ഇതിൻ്റെ മസാലയൊക്കെ നല്ലപോലെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതാ ഞാൻ ചിക്കൻ വെള്ളമൊക്കെ നല്ലപോലെ വാർന്ന ചിക്കന് ഞാനിത് ഈ മസാലയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് ചിക്കനിൽ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് വീഡിയോക്ക് ഒരു ലൈക്ക് തരണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കുന്ന ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ, കൂട്ടക്കാരും കുടുംബക്കാരൊക്കെ ഉള്ളത്, അതിലേക്കൊക്കെ ഒന്ന് അയച്ചു കൊടുത്തിട്ടും കൂടി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അത് മസാലയിൽ ചിക്കൻ നല്ലപോലെ ഞാൻ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില വേണം, മല്ലിയില കുറച്ച് കൂടുതൽ വേണം, പുതിനയില കൂടുതൽ വേണ്ട കേട്ടോ. പിന്നെ ഒരു 2-3 തണ്ട് കറിവേപ്പില ഞാൻ എടുത്തിട്ടുണ്ട്, നാടൻ കറിവേപ്പില തന്നെ. ഈ ബിരിയാണിയിലേക്ക് കറിവേപ്പില ഇടും കേട്ടോ. എന്നിട്ട് അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ കൈ കൊണ്ട് മിക്സാക്കി എടുക്കും. ഞാനിത് ഓരോന്നോരോന്ന് മിക്സാക്കണത് ഓരോന്നും സെപ്പറേറ്റായി മിക്സാക്കണത് നല്ലപോലെ ഇതിൽ മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളെല്ലാം പാടിട്ടിട്ട് ചിലപ്പോൾ പിടിച്ചില്ലെങ്കിലോ പറഞ്ഞിട്ടാണ്. ഇനി ഇത് ഞാൻ എല്ലാം പാടിട്ട് നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം ഞാനത് മൂടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1 മണിക്കൂർ അല്ലെങ്കിൽ എത്ര നേരം വെക്കണം അതിനനുസരിച്ചിട്ട് നമുക്ക് ചിക്കനിൽ മസാല നല്ലപോലെ പിടിക്കും കേട്ടോ. ഞാനിപ്പോൾ അതൊരു 1.5 മണിക്കൂർ വെച്ചിട്ടുണ്ട് ഞാനത്. അതിന് ശേഷം ഞാനത് ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്, കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്, അതിൽ 2-3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഉള്ളി ഒന്ന് വറുത്തെടുക്കാൻ കേട്ടോ. ഞാൻ 3 ഉള്ളി വറുത്തെടുക്കുന്നുണ്ട്. 2 ഉള്ളിയാണ് ഞാൻ അതിലേക്ക് ഇട്ടത്. നമുക്ക് 1 കിലോ വെക്കണമെങ്കിൽ 4 ഉള്ളി വേണം കേട്ടോ. അപ്പോൾ അതിന് ഞാൻ 2 വറുത്തിട്ടും 2 പച്ചയിലും ആണ് ഇടുന്നത്. പിന്നെ നമുക്ക് 1 ഉള്ളി ദമ്മിടുമ്പോൾ ഉള്ളി വറുത്തതിടാനും വേണം. അങ്ങനെയാണ് ഇപ്പോൾ ഞാനിത് 3 ഉള്ളി വറുക്കുന്നത്. എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം ഞാൻ 2-3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് ഒഴിച്ചാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. നെയ്യ് ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, എണ്ണയിൽ മാത്രം പൊരിച്ചെടുത്താലും മതി.
എണ്ണ നല്ല പോലെ ചൂടായതിന് ശേഷം നമ്മൾ ഉള്ളി ഇട്ട് കൊടുക്കുക. ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് ഇത് പൊരിച്ചെടുക്കുന്നത്. ഉള്ളി ഇട്ടതിന് ശേഷം നല്ല പോലെ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ നല്ല പോലെ ഇളക്കി കൊടുക്കുക. ഇളക്കിയിട്ട് അതിൻ്റെ കളറൊന്ന് വ്യത്യാസം വരാൻ തുടങ്ങുന്ന സമയത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ട് ഇനി ഇത് പൊരിച്ചെടുക്കുക കേട്ടോ. ഒട്ടും കരിഞ്ഞു പോകരുത്. ഗോൾഡൻ കളറായിട്ട് ആകുമ്പോൾ തന്നെ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇതേപോലെ ആകുമ്പോൾ തന്നെ നമ്മൾ എണ്ണയിൽ നിന്ന് കോരിയെടുക്കണം കേട്ടോ. ഇത് പിന്നെ പ്ലേറ്റിൽ ഇട്ടുമ്പോൾ കുറച്ച് നേരം കൂടി ഇരിക്കുമ്പോഴേക്കും നല്ല പോലെ കളർ നന്നായിട്ട് വരും. നമ്മൾ ഗോൾഡൻ കളർ എണ്ണയിൽ തന്നെ ആകട്ടെ മട്ട് നിന്നിട്ടുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോകുള്ളൂ. അപ്പോൾ നമ്മുടെ ചോറിൻ്റെ ടേസ്റ്റേ വ്യത്യാസമാവും. അപ്പോൾ ഇതേപോലെ ആകുമ്പോൾ തന്നെ നിങ്ങൾ കോരിയെടുക്കുക കേട്ടോ. ഇതേപോലെ ആകുമ്പോൾ കോരിയെടുത്ത് തന്നെ ബാക്കി ഇങ്ങനെ ഇരുന്നിട്ട് തന്നെ അത് നല്ല പോലെ കളർ വന്നോളൂ. അതുപോലെ തന്നെ ബാക്കിയുള്ള ഉള്ളിയും കൂടി നമുക്ക് മുഴുവനായിട്ടും പൊരിച്ചെടുക്കാം. സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയാൽ 3 ഓപ്ഷൻ വരും. അപ്പോൾ അതിൽ ഓൾ അമർത്തി വെച്ചാൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴേക്കപ്പോഴേ കിട്ടും. പിന്നെ നമ്മളിത് പൊരിച്ചെടുത്ത ഉള്ളി ഒന്ന് ചൂടാറിയുമ്പോൾ തന്നെ കൈ കൊണ്ട് പെട്ടെന്ന് വിടർത്തിയിട്ട് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അത് അങ്ങനെ കട്ട പിടിച്ച പോലെ ആവും ചൂടാറുമ്പോൾ. ഒരു ലൈറ്റ് ചൂടോട് കൂടി തന്നെ അത് നല്ലപോലെ വിടർത്തിയിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ 2 ബാച്ചായിട്ടും ഉള്ളി മുഴുവനായിട്ടും 3 ഉള്ളിയാണ് ഞാൻ പൊരിച്ചെടുത്തത്. പൊരിച്ചെടുത്ത ഉള്ളി മുഴുവനും ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഒന്ന് വറുത്തെടുക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ തുള്ളതിനനുസരിച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ എടുത്താൽ മതി കേട്ടോ. കൂടുതൽ വേണമെന്നൊന്നുമില്ല. ഇത് അണ്ടിപ്പരിപ്പായാലും മുന്തിരി ആയാലും ഒന്ന് കഴുകിയിട്ട് വറുക്കുക. ഞാനിത് കഴുകിയിട്ടാണ് കേട്ടോ. അതാണ് എണ്ണയിൽ കിട്ടപ്പോൾ ചെന്നൊരു പൊട്ടത്തെറിച്ചിലൊക്കെ ഉണ്ടായത്. കഴുകി നല്ലപോലെ വെള്ളം വാർത്തതിന് ശേഷം ഞാൻ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്ന് കളർ വ്യത്യാസം വരുന്ന സമയത്ത് ഞാനതിലേക്ക് കുറച്ച് മുന്തിരി ഇടുന്നുണ്ട്. എന്നിട്ട് മുന്തിരി നല്ല പോലെ ബോൾ പോലെ ആകുന്ന സമയമാകുമ്പോൾ നമുക്ക് എണ്ണയിൽ കോരിയിട്ട് ഇത് കരിയരുത് കേട്ടോ. ഒരു ഗോൾഡൻ കളറായാൽ മതി. ഒരുപാട് കരിഞ്ഞ് പോകരുത് നമ്മുടെ ഒരു സാധനം. അപ്പോൾ നമ്മുടെ ചോറിൻ്റെ തന്നെ ടേസ്റ്റിന് വ്യത്യാസം വരും. ഒരു കയ്പ്പ് രസം വരും. അപ്പോൾ കണ്ടില്ല ഉള്ളിൻ്റെ കളർ നിങ്ങൾ ഗോൾഡ് കളറായിട്ടുണ്ട്. എപ്പോഴും ഉള്ളി പൊരിച്ച് വരുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അത് ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരി നല്ല പോലെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതവിടെ മാറ്റി വെക്കാം. കണ്ടില്ല ഉള്ളിൻ്റെ ഒന്നുപോലും കരിഞ്ഞിട്ടില്ല. ഇനി നമുക്ക് ഈ പൊരിച്ചെടുത്ത ഉള്ളിയിൽ നിന്ന് 2 ഉള്ളി ഞാനിതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു 1/2 കപ്പ് ഓയിലും ഞാൻ ഒഴിക്കുന്നുണ്ട്. നമ്മൾ ഉള്ളി പൊരിച്ചെടുത്ത എണ്ണ തന്നെയാണ് ഇട്ടത്. ഇതാദ്യം ഞാൻ എണ്ണ ഒഴിക്കാണ്ടിരുന്നത് ഉള്ളി പൊരിച്ച എണ്ണ ബാക്കിയാവുമല്ലോ. അപ്പോൾ നമുക്ക് ആ എണ്ണയും കൊണ്ട് തന്നെയാണ് ചോറ് വെക്കുന്നതും ചിക്കനിലേക്ക് ഇടുന്നതും ഒക്കെ. അപ്പോൾ നമുക്ക് ആ എണ്ണ വേസ്റ്റായി പോകില്ല. 2 ഉള്ളി പൊരിച്ചത് ഞാൻ ചിക്കനിലേക്ക് ഇട്ടതിന് ശേഷം 1/2 കപ്പ് ഓയിൽ ഒഴിച്ചിട്ട് നല്ല പോലെ കൈ കൊണ്ട് മിക്സാക്കി എടുക്കുക. അപ്പോൾ നല്ലപോലെ ഞാൻ കൈ കൊണ്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി അത് അവിടെ ഇരിക്കട്ടെ. ഇനി 1 മണിക്കൂർ 1.5 മണിക്കൂറോ അരമണിക്കൂറോ സമയമുള്ള പോലെ വെക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 3 കപ്പ് അരിയാണ് എടുത്തിരിക്കട്ടെ. 3/4 കിലോ. അത് ഒരു 3-4 പ്രാവശ്യം നല്ല പോലെ കഴുകിയെടുക്കുക. കഴുകിയിട്ട് അതിൻ്റെ ഒരു സ്റ്റാർച്ചൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ടാണ് 3-4 പ്രാവശ്യം കഴുകണത്. ഇത് കൈമാ റൈസാണ് കേട്ടോ. നല്ലൊരു അരിയാണിത്. ഇതായിട്ട് പിന്നെ എന്ത് വെച്ചാലും നല്ല ടേസ്റ്റുമാണ്. അവിടെ ഞാൻ അരി നല്ലപോലെ കഴുകിയിട്ട് വെള്ളം വാരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഞാൻ കുതിരാനൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ നമ്മൾ ഉള്ളി പൊരിച്ച എണ്ണയിൽ തന്നെ ആവശ്യത്തിന് ചോറ് വെക്കാനുള്ള എണ്ണ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് വലിയ ജീരകം, ഗ്രാമ്പു, പട്ട, ഏലക്ക എല്ലാം എടുത്തിട്ടുണ്ട്. 2-3 ഗ്രാമ്പു, 2-3 ഏലക്ക, ഒരു തുണ്ട് പട്ട, ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകം എടുത്ത് അത് നല്ലപോലെ പൊട്ടിയതിന് ശേഷം ഒരു ചെറിയ വലിയ ഉള്ളിയാണ് കേട്ടോ. ചെറുതാണ്. വലിയ ഉള്ളി എടുത്ത് ചെറുതാക്കി മുറിച്ചിട്ട് അത് ഇട്ടിട്ടുണ്ട്. ഉള്ളി കളർ വ്യത്യാസം വരണ്ട കേട്ടോ. കളർ വ്യത്യാസം ഒരുപാട് വഴന്ന് ബ്രൗൺ കളറാകേണ്ട ആവശ്യമൊന്നുമില്ല. ഉള്ളി നല്ല പോലെ വഴന്ന് കിട്ടിയതിന് ശേഷം പിന്നെ നമ്മൾ അതിലേക്ക് ആദ്യം എടുത്ത് വെച്ചാൽ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത് അത് ഇട്ടിട്ടുണ്ട്. ഇതും കൂടി ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ചോറിന്. അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ ഏകദേശം തലശ്ശേരി ബിരിയാണി പോലത്തെ കുഴപ്പമാണ്. പക്ഷേ മസാലയിൽ കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ട്. ടേസ്റ്റും വ്യത്യാസമുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ടതിൻ്റെ പച്ചമണം പോയതിന് ശേഷം ഞാൻ ഇതിലേക്ക് ചോറിലേക്കുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഞാൻ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള കണക്കിനാണ് ഒഴിച്ചിരിക്കുന്നത്. 3 കപ്പ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്.
ഞാൻ 4.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. കല്ലുപ്പാണ് ഞാൻ ഉപയോഗിക്കൽ. പിന്നെ മൂടി വെച്ചിട്ട് നല്ലപോലെ തിളച്ചതിന് ശേഷം ഞാൻ തുറന്നതിന് ശേഷം 1 ടീസ്പൂൺ നാരങ്ങാ നീര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിത് വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ടൊന്നുമില്ല കേട്ടോ. അരി അങ്ങനെ കഴുകിയിട്ട് വാര വെച്ചതാണ്. അപ്പോൾ നല്ലപോലെ വെള്ളം പാർന്ന് അരിഞ്ഞ് ഞാൻ ഇടുന്നുണ്ട്. വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം നമുക്ക് കേട്ടോ. നമ്മൾ പച്ച ഇറച്ചിയിലാണ് ഇത് ചോറ് ദമ്മിടുന്നത്. അതുകൊണ്ടാണ് അരി കുതിർത്താണ്ടിരിക്കുന്നത്. അരി കുതിർത്തിയിട്ട് വെക്കുമ്പോൾ ഒരുപാട് ഉള്ളു വെന്ത് പോകുള്ളൂ. നമ്മളിത് നല്ലപോലെ വേവിച്ചെടുക്കണില്ല. ഒരു 3/4 വേവാക്കിയിട്ടാണ് അരി വേവിച്ചെടുക്കണുള്ളൂ. ബാക്കി നമ്മൾ ദമ്മിലിട്ടിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് വെള്ളത്തിലിട്ട് ഞാൻ അരി കുതിർത്താതിരുന്നത്. അരി കുതിർത്തുമ്പോൾ അതിൻ്റെ ഉള്ളൊക്കെ നല്ലപോലെ വെന്ത് കിട്ടും. അപ്പോൾ നമുക്ക് അങ്ങനെ വേവിച്ച് എടുക്കണ്ട. പിന്നെ ഇത് ഹൈ ഫ്ലെയിമിലാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലപോലെ തിളച്ചതിന് ശേഷം ഒന്ന് ഞാൻ തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മളിതിൻ്റെ വെള്ളം ഒന്ന് 3/4 ഭാഗം ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ചുകൂടി വെള്ളമുണ്ട്. ചോറിൻ്റെ മേലെ വെള്ളമുണ്ട്. ചോറിൻ്റെ അരിൻ്റെ തൊട്ട് താഴെ വെള്ളമാകുമ്പോൾ നമ്മളിത് ഫ്ലെയിം ഓഫ് ആക്കുക. അപ്പോൾ അത് അരിൻ്റെ തൊട്ട് താഴെ വെള്ളമുള്ളൂ. ഞാൻ ഇളക്കാതെ തന്നെ അങ്ങനെ മൂടി വെച്ചതാണ്. ഇനിയിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഓഫാക്കി ഇനി നമുക്കിത് ദമ്മിടാം. ദമ്മിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മേൽഭാഗത്തെ അരി നല്ലപോലെ വെന്തിട്ടുണ്ടാവില്ല. അപ്പം നമ്മൾ ആ ചോറിനെ ചിക്കൻ്റെ തൊട്ട് മേലെ ഇടുക. അടിയിലത്തെ അരി കുറച്ചും കൂടി വെന്തിട്ടുണ്ടാവും, മേലത്തെ അരി വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് മേലത്തെ ഭാഗത്തുള്ള ചോറ് ചിക്കൻ്റെ തൊട്ട് മേലിടുക. ചോറ് ഇളക്കരുത് കേട്ടോ, ഒരിക്കലും ഇളക്കരുത്. ഇളക്കാതെ തന്നെ മേൽഭാഗത്ത് ഇങ്ങനെ കോരിയിടുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും ഉണ്ടാക്കി നോക്കണമെങ്കിൽ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക. നിങ്ങളുടെ കമൻറ്റ്സ് കാണുമ്പോഴാണ് ഇനി മറ്റുള്ളവർക്കൊന്ന് ഉണ്ടാക്കി നോക്കാമെന്നുള്ളൊരു പ്രചോദനം കൂടി ഉണ്ടാവുള്ളൂ. ഇതിനെക്കുറിച്ച് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം കേട്ടോ. പിന്നെ ഞാനിതാ മേൽഭാഗത്തുള്ള ചോറൊക്കെ മുഴുവനായിട്ട് ചിക്കൻ്റെ തൊട്ട് മേൽഭാഗത്തെ ലെയറായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ 2 ലെയറായിട്ടാണ് ഇത് ദമ്മിടുന്നത്. ചോറ് ഇട്ടതിന് ശേഷം ഒന്ന് ലെവൽ ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ച ഉള്ളിയും അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ഇട്ട് പിന്നെ അതിൽ കുറച്ച് മല്ലിയില ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ റോസ് വാട്ടർ ഇല്ല, അത് കുറച്ച് പാലിൽ കലക്കിയിട്ട് ഇതിൻ്റെ മേലെ ഒഴിക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ഇത് കോഴിക്കോടൻ ദം ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് റോസ് വാട്ടർ ഒഴിച്ച് കൊടുക്കുക. ഇല്ലെങ്കിൽ റോസ് എസൻസ് ഉണ്ടാവും, അത് പാലിൽ ഒഴിച്ചിട്ടും ഒഴിച്ചു കൊടുക്കുക. അതൊന്നും ഇവിടെ ഇഷ്ടമല്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഒഴിക്കാത്തത്. നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ ചോറ് വെച്ചതിൻ്റെ അടിഭാഗത്തുള്ള ചോറ് മുഴുവനായിട്ട് ഞാൻ മേൽഭാഗത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മേൽഭാഗത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഉള്ളി വറുത്തതും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിതിലേക്ക് നെയ്യൊന്നും സെപ്പറേറ്റ് ഒഴിച്ച് കൊടുത്തിട്ടില്ലല്ലോ. നല്ല ടേസ്റ്റാണ് കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. ഞാൻ എനിക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇനി നമ്മളിത് മൂടി വെച്ചിട്ട് ഇനി ദമ്മിടുകയാണ്. ഒരു എയർ പുറത്ത് പോകാത്ത രൂപത്തിലുള്ള ഒരു മൂടിയായിട്ട് മൂടുക. ഇല്ലെങ്കിൽ ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ അതായിട്ട് മൂടിയിട്ട് ഒരു 5 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഫ്ലെയിം ഇടുക കേട്ടോ. 5 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ കത്തിച്ചിട്ട് പിന്നെ നമ്മൾ 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് ഒരു 25 മിനിറ്റ് ആക്കുക. 25 മിനിറ്റ് കത്തിച്ചതിന് ശേഷം 25 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കുക. ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം നമ്മൾ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ 25 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ദം ചെയ്തതിന് ശേഷം അതേ 30 മിനിറ്റ് ദം പൊട്ടിക്കാണ്ട് അങ്ങനത്തെ ഇരിക്കുക കേട്ടോ. ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് 30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം ദമ്മ് പൊട്ടിക്കുക. ദം ഇങ്ങോട്ട് തുറക്കുമ്പോണ്ടല്ലോ എൻ്റെ പൊന്നോ, എന്താ ഒരു മണം അറിയാം, അടിപൊളി മണമാണ് ഇതിന്. ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയിട്ടോ. എത്ര ഈസി ആയിട്ട്, അത്ര അറിയാത്തവർക്കാണെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ മസാല ആയാലും ചിക്കൻ ആയാലും ഒക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട്. ഒരു പൊട്ട് വെള്ളം ഒന്നും അടിയിലില്ല, കാണുമ്പോൾ തന്നെ അറിയുണ്ടാവുമല്ലോ. ഇനി നിങ്ങൾക്ക് ഞാനിതിൻ്റെ മേലെ തന്നെ വെച്ചിട്ട് തന്നെ ചോറ് മിക്സ് ആക്കുന്നത്. നമ്മൾ ചിക്കനും മസാലയും എല്ലാം പാടല്ല മിക്സ് ആക്കണം കേട്ടോ. ചോറ് മേലെ ഭാഗം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം അതിൻ്റെ അടിയിൽ നിന്ന് ചിക്കൻ എടുക്കുക ചെയ്യുക.
ചോറ് വിളമ്പിയിട്ട് പിന്നെ അതിൽ കുറച്ച് ചിക്കനും മസാലയും പാടെ ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ടാണ് ഇത് കഴിക്കുക. അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഇത് കോഴിക്കോടൻ ദം ബിരിയാണി. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി നമ്മളെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയാൽ 3 ഓപ്ഷൻ വരും. അപ്പോൾ അതിൽ ഓൾ അമർത്തി വെച്ചാൽ ഞാൻ പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴേക്കപ്പോഴേ കിട്ടും. ഈ പെരുന്നാൾക്ക് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിപ്പിക്കാനൊന്നും ആരും മറന്നു പോയത്. പിന്നെ ഞാൻ അതിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഉള്ളി വറുത്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. തന്നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ടും ഒരുപാട് നന്ദി. നിങ്ങൾക്ക് അതിൽ തന്നെ വെച്ചിട്ട് പിന്നെ മിക്സ് ആക്കാൻ പറ്റുന്നില്ലെങ്കിൽ മേൽഭാഗത്ത് ചോറ് മുഴുവനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അടിയിൽ നിന്ന് ചിക്കൻ എടുത്താൽ മതിട്ടാ. ഇതിപ്പോൾ ഞാൻ ചട്ടി വലുതായതുകൊണ്ട് തന്നെ അതിൻ്റെ മേലെ വെച്ചിട്ട് ചോറിന് മുഴുവനായിട്ട് ഞാൻ മിക്സ് ആക്കി എടുത്തത്. കണ്ടോ, ചിക്കൻ നല്ല പോലെ വെന്തിട്ടുണ്ട്. ഇനി ചിക്കൻ വെന്തിട്ടുണ്ടാവില്ല എന്നുള്ളൊരു ഡൗട്ടൊന്നും വേണ്ട, നല്ല പോലെ വെന്തിട്ടുണ്ട്. നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് കുറച്ച് നേരം വെക്കട്ടെ, അപ്പോൾ ചിക്കനിലേക്ക് നല്ല പോലെ മസാല പിടിക്കും. അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും, ബൈ. ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിപ്പിക്കുക.